അലൈക്കും. ഇന്ന് ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണിത്. ഇതിൽ ഞാൻ പ്രലൈൻ ആഡ് ചെയ്തിട്ടില്ല. പ്രലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ നട്ട്സ് കാരമൽ ചെയ്തിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ടല്ലോ, ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ. അത് ഞാൻ ഈ ഒരു പുഡിങ്ങിന് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. മുട്ടയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടർ സ്കോച്ച് പുഡിങ് കുറച്ച് കാലമായി റിക്വസ്റ്റ് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ആഴ്ച അതുതന്നെ ആയിക്കോട്ടെ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യണം, വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ചൈന ഗ്രാസ് കുതിർത്ത് വെക്കണം. കുറച്ച് പേരുണ്ട് ഇപ്പോൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, ചൈന ഗ്രാസ് എവിടെയാണ് കിട്ടുക, നാട്ടിൽ അവൈലബിൾ ആണോ എന്നൊക്കെ. നാട്ടിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണിത്. ബേക്കേഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ചൈന ഗ്രാസ് നാട്ടിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടാനുണ്ട്. അതുമല്ല നല്ല സ്റ്റാൻഡേർഡ് ബേക്കറികളൊക്കെ ഈ ഒരു ചൈന ഗ്രാസ് കിട്ടാനുണ്ട്. ബേക്കേഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ചൈന ഗ്രാസ് ആണ് വരുന്നത്. 10 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഈ ഒരു പാക്കറ്റിൽ 10 ഗ്രാമാണ് വരുന്നത്. ഈ ഒരു 10 ഗ്രാമാണ് നമ്മൾ 1/2 ലിറ്റർ പാലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ബ്രെഡൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്നും ആവശ്യം വരില്ല. 7 ഗ്രാമും 8 ഗ്രാമും ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. 7 ഗ്രാമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പുഡിങ്. 7 മുതൽ 10 ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നാട്ടിലൊക്കെ കിട്ടുന്നത്. പുറത്തൊക്കെ കിട്ടുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പുറത്തൊക്കെ കിട്ടുന്നത് ഇതുപോലത്തെ ഒരു പാക്കറ്റിലാണ് വരുന്നത്. 2 സ്റ്റിക്ക് ഉണ്ടാവും. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് 20 ഗ്രാമാണ് വരുന്നത്. ഈക്വൽ ആയിട്ടുള്ള 2 സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു സ്റ്റിക്ക് 10 ഗ്രാമാണ് വരിക. അപ്പോൾ അതാണ് 1/2 ലിറ്റർ പാലിന് ഞാൻ എടുക്കാറുള്ളത്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിപ്പം അറിയുന്നവർ ഒരുപാടുണ്ടാവും, പക്ഷെ അറിയാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അറിയുന്നവർ ഈ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇത് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കാണ്ടും കാരമലാക്കി എടുക്കാറുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസിയാണ് വെള്ളം ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ. ലോ ടു മീഡിയത്തിലാണ് ഞാനിപ്പോൾ ഇത് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ലോ ടു മീഡിയത്തിൽ വെക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ ആയി പോകുമ്പോൾ പെട്ടെന്ന് അത് കറുത്ത് പോയിട്ട് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇപ്പോൾ ഒരുവിധം കളറൊക്കെ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വെരി ലോ ഫ്ലെയിമിൽ വെക്കുക. ബാക്കിയുള്ളത് കംപ്ലീറ്റ് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 50 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ബട്ടർ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടണം. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബട്ടർ കംപ്ലീറ്റ് അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാൽ ആഡ് ചെയ്യണം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, ഇതുപോലെ കട്ടയായിട്ട് അങ്ങ് മുകളിലേക്ക് വരും. അത് കുഴപ്പമൊന്നുമില്ല, ചൂടായി കഴിയുമ്പോൾ അതങ്ങ് മെൽറ്റായി വന്നോളും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചൈന ഗ്രാസ് നമുക്ക് ശരിയാക്കി എടുക്കണം. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഓൾറെഡി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പുറത്തെ അടുപ്പിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് മെൽറ്റ് ആവണം ആ സമയത്ത്. ഇപ്പോൾ ഇതാ ഒരുവിധം നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കളറൊക്കെ പാലിലേക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആവണം. അത് നന്നായിട്ട് ചൂടായിട്ടില്ല. ചൂടായ പെട്ടെന്ന് അങ്ങ് മെൽറ്റായിക്കോളും. രണ്ടും ഒന്നിച്ച് തന്നെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി വരുന്നുണ്ട്. പാലിൽ നന്നായിട്ട് തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മൾ കാരമലൊക്കെ ആക്കി എടുത്തുകൊണ്ട്. പക്ഷെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്ക് മതിയായിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ അധികം ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അത്യാവശ്യം മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി ചൈന ഗ്രാസും ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സും യോജിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം. ഞാനിപ്പം ഒരു ചെറിയൊരു സിലിക്കോൺ മോൾഡും എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ബൗളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലുമാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്.
ആദ്യം സിലിക്കോൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ബാക്കി വരുന്നത് ആ ഗ്ലാസിൻ്റെ ട്രേയിലും കൂടി ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നല്ല ചൂട് പോയിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഞാൻ 2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ. 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ 2 മണിക്കൂർ മാത്രമേ എനിക്ക് വെക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സിലിക്കോൺ മോൾഡിൽ നിന്ന് ആദ്യം പുറത്തേക്ക് എടുക്കാം. താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടിക്കോളും. നമ്മൾ ഗ്ലാസിൻ്റെ ബൗളിൽ വെച്ചതും നന്നായിട്ട് തന്നെ ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ പേൾസ് ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രലയൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈസി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് പുഡിങ്ങാണിത്. പാർട്ടികളിലൊക്കെ കോമൺ ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിങ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.